ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലേക്ക് വീക്കും സ്ട്രോങ്ങും ഏതൊക്കെയാണോ അതിന്റെ രീതിയിൽ വേണം നിങ്ങൾ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട്. റിവിഷന് വേറെ തന്നെ സമയം മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള 50 ഡേയ്സിൽ എത്ര എക്സാം നടക്കുന്നോ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന എക്സാം ആയി കഴിഞ്ഞാലും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാം ആയി കഴിഞ്ഞാലും എല്ലാ എക്സാമും പോയി അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഹലോ നീറ്റ് ആസ്പിറൻസ്, വെൽക്കം ടു DNL ലേണിംഗ്. ഹായ്, ഐ എം അഫ്ര മുജീബ്, തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. പറഞ്ഞ് അവസാനം 50 ഡേയ്സ് ആയി നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടില്ലേ. നീറ്റ് 2025 തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയുടെ ലൈഫിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു 50 ഡേയ്സ് ആണ്. നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ചെറുപ്പം മുതലേ ആഗ്രഹിച്ചൊരു ഡ്രീം ആയിരിക്കും ഡോക്ടർ ആവാന്നൊക്കെ ഉള്ളത്. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെറും 50 ഡേയ്സ് ആണ് ഈ ബാക്കിയുള്ളത്. അപ്പം നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേർക്ക് ഇപ്പോൾ 600 ഒക്കെ കടന്നിട്ടുണ്ടാവും. ചില ആൾക്കാർ ഒരു 550 റേഞ്ചിലൊക്കെ ഉണ്ടാവുക, ചില ആൾക്കാർ 500 റേഞ്ചിലൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അതും ഇനി ഇമ്പ്രൂവ് ചെയ്ത് ഈ ഒരു 50 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ നീറ്റ് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് 600 എബവ് എന്തായാലും, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 620 എബവ് ആയിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ടൊരു സ്കോർ വേണമെങ്കിൽ എന്തായാലും 650 എബവ് വേണം. അപ്പോൾ അതിലേക്ക് സ്കോർ ചെയ്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ 50 ഡേയ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ള ഒരു ചെറിയ ടിപ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ടൈം മാനേജ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഫിസിക്സ് ആയിരുന്നു ടഫ് ഉണ്ടായിരുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 സബ്ജക്ട്സും ഡെയിലി നിങ്ങൾ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 650 എബവ് ഒരിക്കലും എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സിന് പ്രയോറിറ്റി കൊടുത്തിട്ട്, നിങ്ങളുടെ വീക്ക് ഏതാണോ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് അതിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഇക്വേഷൻസ് പഠിക്കാനും അതിന് കുറച്ചും കൂടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. അപ്പം ഞാൻ പേഴ്സണലി കൊടുത്തിരുന്നത് ഫിസിക്സിലാണ്. എനിക്ക് വീക്കായിരുന്നു ഞാൻ ഫിസിക്സിൽ. അപ്പോൾ മാത്സും കൂടെ എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഫിസിക്സിൽ കുറേ ടൈം വേണമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫിസിക്സിലാണ് കൂടുതൽ ടൈം കൊടുത്തിരുന്നത്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലേക്ക് വീക്കും സ്ട്രോങ്ങും ഏതൊക്കെയാണോ അതിൻ്റെ രീതിയിൽ വേണം നിങ്ങൾ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു 50 ഡേയ്സിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ നിങ്ങൾ ഒരു പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഈ സ്പെസിഫിക് ഷെഡ്യൂൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ ഏത് ചാപ്റ്ററാണോ പഠിക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിന് ഇത്ര സമയം എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ അലൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും ഷെഡ്യൂൾഡ് ആയിരിക്കില്ല. കുറേ പഠിച്ചിട്ടുണ്ടാവും, കുറേ സമയം എടുത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണോ അതിൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ പഠിക്കുന്നത് അതിന് സ്പെസിഫിക് ആയിട്ട് ടൈം കൊടുക്കുക, ടൈം നോട്ട് ചെയ്ത് വെക്കുക, ഈ ടൈമിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഉള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഷെഡ്യൂൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കണം. 3 സബ്ജക്റ്റും ഡെയിലി പഠിക്കാവുന്ന രീതിയിൽ ഓരോ ചാപ്റ്ററിനും ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് വെച്ച് അലോട്ട് ചെയ്തിട്ട് റിവിഷനും വേറെ തന്നെ സമയം മാറ്റി വെച്ചിട്ട് വേണം നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നീറ്റ് എക്സാം ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലല്ലോ, OMR മാർക്കിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ OMR മാർക്കിംഗ് പല കുട്ടികളും തെറ്റിക്കാറുണ്ടല്ലേ. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോയിട്ടും എക്സാമിൻ്റെ സമയത്ത് OMR മാർക്കിംഗ് തെറ്റിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് റെഡി ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു OMR ഷീറ്റ് നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ലാസ്റ്റ് 50 ഡേയ്സിൽ OMR ഷീറ്റ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഇല്ലാതെ OMR ഷീറ്റ് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ 180 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ നീറ്റ് എക്സാമിൻ്റെ മോഡലൊക്കെ. അപ്പോൾ 180 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള OMR ഷീറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ കിട്ടും. അതിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വീണ്ടും അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അതിലൊരു മിസ്റ്റേക്ക് വരാതെ, OMR ഷീറ്റിലുള്ള ഒരു ബബ്ലിംഗ് മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ റാങ്കും സ്കോറും കുറയരുത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ 50 ഡേയ്സിൽ നിങ്ങൾക്ക് എത്രയോ മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ടാവും. ക്യുമുലേറ്റീവ് ടെസ്റ്റ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഫുൾ മോക്ക് ടെസ്റ്റാണ്. ഈ 50 ഡേയ്സിൽ നടക്കുന്ന ഫുൾ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ആ മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 1-2 ആയിരിക്കും നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ല, നിങ്ങൾ അതിൽ വീക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ആ എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഒരു പക്ഷേ നിങ്ങൾ നെഗറ്റീവ് അടിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഓർമ്മയുണ്ട്, ആൻസർ കണ്ട് ഓർമ്മയെങ്കിലുണ്ട്, നിങ്ങൾക്ക് അത് ബബിൾ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ എല്ലാ എക്സാമും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതുള്ള കാര്യം, പക്ഷേ മോക്ക് ടെസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു എക്സാമിൽ എൻവയൺമെൻറ്റിൽ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും ഒരു എക്സാം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഇനിയുള്ളൊരു 50 ഡേയ്സിൽ എത്ര എക്സാം നടക്കുന്നോ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന എക്സാം ആയി കഴിഞ്ഞാലും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാം ആയി കഴിഞ്ഞാലും എല്ലാ എക്സാമും പോയി അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഒരു അഡ്വൈസ് എനിക്ക് തരാമെന്നുള്ളത് എന്താ വെച്ചാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളെ തേടി പോകാതിരിക്കുക.
പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ പുതിയ ഈ കോൺസെപ്റ്റ് പഠിക്കാൻ പോകുന്ന സമയത്ത് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്തെടുത്ത് ഈ 79 ചാപ്റ്റേഴ്സ് പക്കായിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത്. അപ്പോൾ എല്ലാ ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്യണം. രാവിലെ നിങ്ങൾ എടുത്ത ഷോർട്ട് നോട്ട്സ്, എഴുതിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഫീഡ് ആവും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് വെറും ഒരു ന്യൂമറിക്കൽ മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് റിയൽ നീറ്റ് എക്സാം വരുന്ന സമയത്ത്. അപ്പോൾ അത്ര ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഫീഡ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആലോചിക്കണം, റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്കോർ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതൽ. നിങ്ങൾ ഇത്രയും കാലം എത്ര പഠിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങൾ എല്ലാവരും സ്ട്രോങ് ആണ്. നീറ്റിന് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാവരും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഒരു ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച കുട്ടികളല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ എക്സാം എഴുതാൻ പോവുക. കൂളായിട്ടിരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ കൂളായിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഒരിക്കലും ഉറക്കം നിങ്ങൾ കുറയ്ക്കരുത്. ഉറങ്ങുന്ന സമയം കൂടി പഠിച്ചാൽ മാർക്ക് കൂടുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നിങ്ങളുടെ മെമ്മറി ഒന്ന് അപ്ഡേറ്റ് ആവണം. മെമ്മറിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഫീഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ ഒരു 6 to 7 hours എന്തായാലും നിങ്ങൾ ഉറങ്ങണം. നന്നായിട്ട് ഫുഡ് കഴിക്കുക, നോർമലായിട്ടുള്ള ഫുഡ്. നിങ്ങൾ ഇത്രയും കാലം എന്താ കഴിച്ചുകൊണ്ടിരുന്നത് അത് മാത്രം കഴിക്കുക, നോർമലായിട്ട് കഴിക്കുക. പിന്നെ നിങ്ങളുടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇൻട്രോവേർട്ടായിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും കാലം എന്താണോ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നോക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഈ ആൻസൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുള്ള നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ. എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, കൂളായിരിക്കണം. എന്നാലേ പഠിച്ച കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ എക്സാമിന് വരാം. പക്ഷെ നിങ്ങളുടെ ഒരു രീതി, നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് ആൻസർ ചെയ്താൻ പറ്റൂലേ. അപ്പോൾ അതൊക്കെ ആ ഒരു സ്കില്ലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നല്ല ടെൻഷൻ ഫ്രീ ആയിരിക്കണം, സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. അപ്പോൾ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾ വിചാരിച്ചൊരു ഡ്രീം കോളേജിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.